ആദിയുഷസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേഷിതരിൽ. ആദിയുഷസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേഷിതരിൽ. ഏകരക്ഷകനാമേശുവിനെ സധീരം പ്രഘോഷിപ്പാൻ പാവന റൂഹാ നീയരുളണമേ വീണ്ടും പെന്തക്കുസ്താ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഇന്നും സാക്ഷ്യം നൽകാൻ ദൈവപിതാവേ നീ പകരണമേ വീണ്ടും പെന്തക്കുസ്താ, വീണ്ടും പെന്തക്കുസ്താ. വീണ്ടും പെന്തക്കുസ്ത. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പെന്തക്കോസ്ത ഒരുക്ക ധ്യാനത്തിൻ്റെ 4-ാമത്തെ ദിവസമാണ്. ആദ്യ 3 ദിവസങ്ങൾ വെറുതെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ ആദ്യം പറഞ്ഞത് ഒരുക്കത്തെ പറ്റി. ആദ്യം പറഞ്ഞത് നല്ല കുമ്പസാരം നടത്തണമെന്ന് പറഞ്ഞു. അത് പിശാചിനെതിരെ ശക്തമായിട്ട് നിൽക്കാനുള്ളൊരു കൃപയുടെ അടിസ്ഥാനമായിട്ട് കുമ്പസാരത്തെ മാറ്റണമെന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ കേട്ടത് പിശാച് സൂത്രശാലിയാണ്. അതുകൊണ്ട് പിശാച് വേഷം മാറി നമ്മുടെ അടുക്കൽ വരും. അങ്ങനെ ചിലപ്പോൾ നാം വിചാരിക്കും ഇത് പരിശുദ്ധാത്മാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിശാചിൻ്റെ കൈപിടിച്ച് കുറച്ച് നാൾ നടക്കുന്നേ. കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ തിരിച്ചറിയുകയാണ് ഇത് പിശാചാണ്, പരിശുദ്ധാത്മാവല്ല. അങ്ങനെ തിരിച്ച് വീണ്ടും പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ ദൈവമായ കർത്താവ് നമ്മളെ പരീക്ഷിക്കുമെന്നാണ്. കർത്താവ് നമ്മളെ പരീക്ഷിക്കും, കർത്താവ് നമ്മളെ തോൽപ്പിക്കാനായിട്ട് പരിശ്രമിക്കും. പക്ഷേ തോൽക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. ഞാൻ തീരുമാനിക്കുകയാണ്, കർത്താവേ നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ ഞാൻ തോൽക്കാൻ തയ്യാറല്ല. അങ്ങനെ ഞാൻ തോൽക്കാൻ തയ്യാറല്ല എന്ന് കർത്താവിൻ്റെ മുമ്പിൽ വിശ്വാസത്തോടെ നെഞ്ചു വിരിച്ച് നിൽക്കുമ്പോൾ കർത്താവ് നമുക്ക് മുമ്പിൽ തോൽക്കാനായിട്ട് തയ്യാറാണ്. അങ്ങനെ കൊതിയോടെ തോൽക്കാൻ കാത്തിരിക്കുന്ന കർത്താവിൻ്റെ മുമ്പിൽ തോറ്റുകൊടുക്കാനുള്ള, അല്ലെങ്കിൽ കൊതിയോടെ കാത്തിരിക്കുന്ന, തോൽക്കാൻ കാത്തിരിക്കുന്ന കർത്താവിൻ്റെ മുമ്പിൽ നെഞ്ചു വിരിച്ച് കർത്താവിന് എനിക്ക് വേണ്ടി തോൽക്കാനുള്ള ഒരു അവസരം കൊടുക്കാനായി നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. അതിനുള്ളൊരു കൃപ നമുക്ക് സ്വന്തമാക്കാനായിട്ട് പരിശ്രമിക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കർത്താവ് നമ്മളെ എങ്ങനെ പരിശോധിക്കുമെന്ന് പറയാം. കർത്താവിൻ്റെ പരിശോധനയ്ക്ക് കർത്താവിൻ്റേതായ ചില രീതികളുണ്ട്, ചില മാർഗങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, ഈ 4-ാം ദിവസത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ ആദ്യം പറയേണ്ട ഒരു കാര്യമാണ്. പക്ഷേ 4-ാം ദിവസത്തിൽ പറയുമ്പോൾ അത് കുറച്ചുകൂടെ ഭംഗിയുണ്ട്. ശരിക്കും ഈ ഒരുക്ക ധ്യാനം നടത്താനുള്ള യോഗ്യത എനിക്കുണ്ടോ? ശരിക്കും ഞാനാണോ ഈ ഒരുക്ക ധ്യാനം നടത്തേണ്ടത്? ഈ ഒരുക്ക ധ്യാനം നടത്തേണ്ടത് ശരിക്കും പരിശുദ്ധ അമ്മയാണെന്നാണ് പറയുന്നത്. പരിശുദ്ധ അമ്മയാണ്. ആദ്യത്തെ പെന്തക്കോസ്ത ധ്യാനം നടന്നത് എന്നാണെന്നറിയോ? ആദ്യത്തെ പെന്തക്കോസ്ത ധ്യാനം നടക്കുന്നത് ഈസ്റ്റർ കഴിഞ്ഞ് 40-ാമത്തെ ദിവസമാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചു പെന്തക്കോസ്ത, പെന്തക്കോസ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം 50-ാം ദിവസം എന്നാണ്. എന്തിൻ്റെ 50-ാം ദിവസം? ഈശോ മരണത്തെ തോൽപ്പിച്ച് ഉദ്ധാനം ചെയ്തതിൻ്റെ 50-ാം ദിവസം. ഈ 50 ദിവസത്തിൽ 40 ദിവസം കഴിയുമ്പോൾ ചെറിയൊരു പ്രത്യേകത നടക്കുന്നുണ്ട്. 40 ദിവസം കഴിയുമ്പോൾ ഈശോ ഈ ലോകത്ത് നിന്ന് പിതാവിൻ്റെ പക്കലേക്ക് പോകും. പിതാവിൻ്റെ പക്കലേക്ക് പോയതിന് ശേഷം പോകുമ്പോൾ ഈശോ പറയുന്നുണ്ട്, പേടിക്കണ്ട,
ഞാനൊരു 9 ദിവസം കഴിഞ്ഞ് 50-ാം ദിവസം 40 ദിവസം കഴിഞ്ഞ് 9 ദിവസം കഴിഞ്ഞ് 50-ാം ദിവസം ഞാൻ സഹായകനെ തരും, നിങ്ങൾ അത് സ്വീകരിക്കാനായിട്ട് തയ്യാറായിട്ട് നിന്നു. അങ്ങനെയാണ് ഈശോ സ്വർഗത്തിലേക്ക് യാത്രയാകുന്നത്. അങ്ങനെ സ്വർഗത്തിലേക്ക് യാത്രയാകുമ്പോൾ പരിശുദ്ധ അമ്മ ബാക്കിയുള്ള ഈ ലോകത്തിലുള്ള ക്രിസ്തു ശിഷ്യന്മാരെ ഇങ്ങനെ ചേർത്ത് നിർത്തി നവനാൾ പ്രാർത്ഥന ആരംഭിച്ചു. കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലെ ആദ്യത്തെ നൊവേനയാണ് പരിശുദ്ധ അമ്മ നടത്തിയത്. ആ നൊവേനയെ വെറും നൊവേനയായിട്ട് നാം കാണരുത്, പെന്തക്കൊസ്ത ഒരുക്ക ധ്യാനമാണ്. അതുകൊണ്ട് ചരിത്രത്തിലെ ആദ്യത്തെ പെന്തക്കൊസ്ത ഒരുക്ക ധ്യാനം നടത്തിയത് പരിശുദ്ധ അമ്മയാണ്. പിന്നീട് ഇങ്ങോട്ടുള്ള പെന്തക്കൊസ്ത ഒരുക്ക ധ്യാനങ്ങളൊക്കെ നടത്തേണ്ടതും പരിശുദ്ധ അമ്മയാണ്. അതുകൊണ്ട് ഇപ്പം ഞാൻ നടത്തുന്നത് ധ്യാനമല്ല, ഞാൻ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞു തന്ന കാര്യങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ നിറവേറാൻ വേണ്ടി നിങ്ങൾക്ക് ചെറിയ ഒരു നിമിത്തമായിട്ട് മാറി എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ധ്യാനം നടത്താനുള്ള യോഗ്യതയും അവകാശവും ദൈവമായ കർത്താവ് കൊടുത്തിരിക്കുന്നത് പരിശുദ്ധ കന്യകാമറിയത്തിന്. പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ ഈ ഒരുക്ക ധ്യാനത്തോട് ചേർന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഈശോ 3 വർഷമാണ് പരസ്യ ജീവിതം നടത്തിയത്. അതിനു മുമ്പുള്ള 30 വർഷം ഈശോ പരിശുദ്ധ അമ്മയുടെ കൂടെ ആയിരുന്നു, കുടുംബത്തിലായിരുന്നു. അങ്ങനെ 3 വർഷം തൻ്റെ പരസ്യ ജീവിതത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ രക്ഷകനായ ക്രിസ്തുനാഥൻ തൻ്റെ ശിഷ്യന്മാർക്ക് പകർന്നു കൊടുത്തു. അങ്ങനെ 3 വർഷത്തെ കോഴ്സ് വേണമെങ്കിൽ അങ്ങനെ പറയാം, 3 വർഷത്തെ കോഴ്സ് വിജയകരമായി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു. ഈ ശിഷ്യന്മാരാണ് കത്തോലിക്ക സഭയിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്നൊക്കെ കർത്താവ് ഈശോ മിശിഹായ്ക്ക് ബോധ്യമുണ്ടായിരുന്നു. അങ്ങനെ സഭയ്ക്ക് രൂപീകരണം കൊടുക്കാൻ, കത്തോലിക്ക സഭയ്ക്ക് രൂപം നൽകാൻ വേണ്ടി ക്രിസ്തുനാഥൻ ഇവരെയൊക്കെ ഇങ്ങനെ തിരഞ്ഞെടുത്തിട്ട് അന്ത്യത്താഴ സമയമുണ്ട്. അന്ത്യത്താഴ സമയത്ത് 1-2 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. അന്ത്യത്താഴ സമയത്ത് ഈശോ ഊട്ടിശാലയിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പ്രവേശിക്കുക. കൂടെ 12 പേരുണ്ട്. അവിടെ കാല് കഴുകാൻ വേണ്ടി ആരെയും നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. കാല് കഴുകാൻ വേണ്ടി ആരും ഇല്ലെങ്കിൽ പൊതുവെ യഹൂദ പാരമ്പര്യമനുസരിച്ച് കൂട്ടത്തിലുള്ള ആരെങ്കിലും ഒരാൾ മുന്നോട്ട് വന്ന് കാല് കഴുകാനായിട്ട് തീരുമാനിക്കും. അങ്ങനെ കാല് കഴുകാൻ തീരുമാനിക്കുമ്പോൾ ആദ്യം കഴുകുന്ന ആരുടെയാണോ കാല് കഴുകുന്നത്, അതിനുശേഷം ഓരോരുത്തരായിട്ട് ഇങ്ങനെ വരിയായിട്ട് നിൽക്കും. ഏറ്റവും അവസാനം സ്വയം കാല് കഴുകി ഈ ഊട്ടിശാലയിലേക്ക് പ്രവേശിക്കും. അതാണ് അതിൻ്റെ ഒരു രീതി. പക്ഷേ അന്നേരം ആരും കാല് കഴുകിയില്ല. എല്ലാവർക്കും ഈശോയുടെ കാല് കഴുകണമെന്ന് താല്പര്യമുണ്ട്. പക്ഷേ ഈശോയുടെ കാല് കഴുകിയിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ളവരുടെയും കൂടെയും കാല് കഴുകണം. പിന്നെ ഏറ്റവും അവസാനമോ ഇവിടേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഉള്ളിൽ ചെറിയ താഴ്ന്നു കൊടുക്കാനുള്ള ചെറിയൊരു മടി ഉള്ളതുകൊണ്ട് അവരത് ഉപേക്ഷിച്ചു. അവസാനം ആ മടി തിരിച്ചറിഞ്ഞ ഈശോ അവരുടെ അടുക്കൽ കാല് കഴുകാൻ വരിക. അങ്ങനെ കാല് കഴുകാൻ വന്നപ്പോൾ അവർക്കൊക്കെ സങ്കടമായി. പിന്നീട് നമുക്കറിയാമല്ലോ, ചില കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാതെ വരുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾ ആ കാര്യങ്ങൾ ചെയ്യാനായിട്ട് മുൻകൈ എടുക്കുമ്പോൾ ഉള്ളിലൊരു സങ്കടം ഉണ്ടാകും. പിന്നെ നമ്മൾ അതുമല്ല അതിനപ്പുറം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് വീരവാദം മുഴക്കും. അതുതന്നെയാണ് ഈ ശിഷ്യന്മാരുടെ ഇടയിൽ സംഭവിച്ചത്. ശിഷ്യന്മാർ ഭയങ്കര സങ്കടമായി. അപ്പോൾ എന്തിനും ഏതിനും എടുത്തു ചാടി മറുപടി പറയുന്ന പത്രോസ് പറഞ്ഞു, ഈശോയെ എൻ്റെ കാല് കഴുകണ്ട. അപ്പോൾ ഈശോ പറഞ്ഞു, കാല് കഴുകിയില്ലെങ്കിൽ പിന്നെ നീ പുറത്തു കൊണ്ടി വരും. അപ്പോൾ പത്രോസ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പിന്നെ കാല് മാത്രം കഴുകണ്ട കർത്താവേ, മൊത്തം കഴുകിക്കും. അപ്പോൾ ഈശോ പറയുന്നുണ്ട്, നീ വാചകടിക്കണ്ട, എനിക്കറിയാം എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ അവന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത് കാല് കഴുകിയിട്ട് അവരുടെ കൂടെ ഭക്ഷണത്തിനിരിക്കുക. പ്രിയമുള്ളവരെ, ആ സമയം മുതൽ ഈശോ പുതിയൊരു തിരിച്ചറിവിലേക്ക് വരുമായിരുന്നു. പുതിയൊരു തിരിച്ചറിവ് എന്ന് പറയുന്നത് ഇവരെ 3 വർഷം കൂടെ നിർത്തി ഒരുപാട് കാര്യങ്ങൾ ഇവരെ പഠിപ്പിച്ചു. പക്ഷേ ഇവർ ഒന്നും ആഴമായിട്ട് ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ്. ആഴമായിട്ട് ഉൾക്കൊണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഈശോയ്ക്ക് ഉള്ളിൽ സങ്കടമുണ്ടാകും. ആ സങ്കടത്തിൻ്റെ ബാക്കി പത്രമാണ് ഉദ്ധാനം ചെയ്തതിന് ശേഷം ഈശോ നടത്തുന്ന ഓരോ പ്രത്യക്ഷപ്പെടലുകളും. പ്രിയമുള്ളവരെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നാം ഈശോയിൽ നിന്ന് അകന്നു മാറി
കുറച്ചൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ജീവിച്ച് ഈശോയുടെ അടുക്കിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈശോ ആദ്യം ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഇവനെ കൂടെ കൂട്ടാൻ പറ്റുന്ന ഒരുത്തനാണോ അല്ലേ? അതുപോലെ തന്നെ ക്രിസ്തു ശിഷ്യന്മാർ തൻ്റെ കൂടെ 3 വർഷം ജീവിച്ച് പക്ഷേ കൂടെ നിൽക്കേണ്ട ഒരു സമയം വന്നപ്പോൾ ഒക്കെ ഉപേക്ഷിച്ച് കളഞ്ഞു എന്നുള്ള. ഒരുത്തൻ ചുംബനത്തിൻ്റെ പെരുന്നൊമ്പരം നൽകി അവൻ എന്നെ ഒറ്റിക്കൊടുത്തു. വേറൊരുത്തൻ 1 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറഞ്ഞു. ബാക്കി 12 എണ്ണത്തിനെ കാണാനേ ഇല്ല. പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇവരിങ്ങനെ ചിതറിപ്പോയി എന്നാണ് പറയും. അതിൽ യോഹന്നാൻ മാത്രം കുരിശിന് താഴേക്ക് വന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും ഏറ്റവും ഇഷ്ടമുള്ളവൻ യോഹന്നാനാണ്. ശരിയാണ്. അന്ത്യത്താഴ സമയത്ത് ഈശോയുടെ വക്ഷസോട് ചേർന്ന് കിടന്നത് യോഹന്നാനാണെന്നൊക്കെ പാരമ്പര്യവും വിശ്വാസവും ഒക്കെ പറയുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം അമ്മയുടെ കൂടെ ഈശോയുടെ കുരിശിന് താഴേക്ക് ഈ യോഹന്നാൻ വന്നത് എന്നൊക്കെ പെട്ടെന്ന് ചിന്തിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷെ ഞാനങ്ങനെ സാധാരണ ചിന്തയിൽ നിന്നൊന്ന് മാറി ചിന്തിക്കാൻ ഇഷ്ടപ്പെടുന്നത്. കാരണം യോഹന്നാനൊരു പ്രത്യേകതയുണ്ട്. യോഹന്നാന് മാത്രം കുടുംബം ഉണ്ടായിരുന്നില്ല. യോഹന്നാൻ മാത്രം വിവാഹം കഴിച്ചിട്ടുണ്ടായില്ല. അതുകൊണ്ട് എല്ലാം ഈശോയിൽ കേന്ദ്രീകരിച്ച് ഇങ്ങനെ ബാക്കിയുള്ളവരൊക്കെ ജീവിച്ച് 3 വർഷം ഈശോയുടെ പിന്നാലെ സഞ്ചരിച്ചപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നുള്ള പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അവസാനം പിടിക്കപ്പെട്ടു, കുരിശിലേക്ക് ഇങ്ങനെ പോവുക. ഇനി നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. ഓരോരുത്തരും അവരുടേതായ രീതിയിൽ ചിന്നിച്ചിതറിപ്പോയി. പലരും വീടുകളിലേക്ക് തിരിച്ചുപോയി. യോഹന്നാനും വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടാവും. യോഹന്നാൻ്റെ സഹോദരങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടാകാം. സഹോദരങ്ങൾ പോട്ടെ, സഹോദരങ്ങളുടെ ഭാര്യമാരുണ്ടായിട്ടുണ്ടാകാം. ഒരാൾ കുറേ നാൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആളെ തിരിച്ചു വീട്ടിലേക്ക് കയറ്റുമ്പോൾ സാമ്പത്തികമായി നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് എനിക്ക് തോന്നണത് അവനെ വീട്ടിൽ കയറ്റിയില്ലെന്നുള്ളതാണ്. മറ്റുള്ളവരൊക്കെ വീട്ടിൽ കയറ്റാതിരിക്കാൻ വേറെ നിവൃത്തിയൊന്നുമില്ല. കാരണം അവരുടെ ഭാര്യയും മക്കളൊക്കെ ഉള്ളതുകൊണ്ട് അവർ സ്വീകരിച്ചിട്ടുണ്ടാകും. പക്ഷേ ഭാര്യയും മക്കളൊന്നും ഇല്ലാതെ ഇവൻ അവൻ്റെ സഹോദരങ്ങൾ സ്വസ്ഥമായിട്ട് വീട്ടിൽ ഭാര്യയും മക്കളോടും കൂടെ ജീവിച്ചപ്പോൾ ഇവൻ കയറി വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാണ്. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവൻ പോയി എവിടേക്ക്? പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ അടുത്ത്. പരിശുദ്ധ കന്യാമറിയം അവനെ സ്വീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, നമുക്ക് മോന് ഇച്ചിരി അപകടം പറ്റിയിട്ടുണ്ട്, നമുക്കൊന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കുരിശിൻ്റെ ചുവട്ടിലേക്ക് പോവുക. ശരിക്കും പറഞ്ഞ യോഹന്നാൻ പെട്ടതാണ്. യോഹന്നാനെ പെടുത്തിയതാണ്. അവൻ മനഃപൂർവ്വം പോയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ പോകാനൊരു സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ യോഹന്നാൻ ഒരു പിടി അല്ലെങ്കിൽ യോഹന്നാൻ ഒരു പടി പിന്നിലാണ് നിന്നേച്ചത്. എന്നിട്ട് നമ്മളൊക്കെ വചനം വായിക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. തൻ്റെ അമ്മയെ ഈശോ യോഹന്നാനെ ഏൽപ്പിച്ചു. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഒരു വാചകം എനിക്ക് എപ്പോഴും ഇഷ്ടമാണ്. അത് വേറെ ഒന്നുമല്ല, യോഹന്നാൻ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈശോ പറഞ്ഞതും പ്രവർത്തിച്ചതും ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുകയാണെങ്കിൽ ഈ ലോകത്തിലെ പുസ്തകങ്ങൾ ഒന്നും തന്നെ അതിന് തികയാതെ വരും. ആ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾക്ക് വചനം വായിക്കുമ്പോൾ നമുക്ക് സ്വസ്ഥമായി ചിന്തിക്കാനുള്ള ഒരുപാട് ഇടങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അതായത് യോഹന്നാനെ പരിശുദ്ധ അമ്മയ്ക്ക് ഈശോ നൽകുമ്പോൾ ഈശോ പരിശുദ്ധ അമ്മയോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. പരിശുദ്ധ അമ്മേ, 12 എണ്ണം എൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. ഒരുത്തൻ പോട്ടെ തൂങ്ങിച്ചെത്തു, വേറൊരുത്തൻ 1 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. ബാക്കി 11 എണ്ണം എവിടെയാണെന്നൊരു പിടിയില്ല. ആകെ കിട്ടിയേക്കണത് ഇവനെയാണ്. ഇവന് മനഃപൂർവ്വം വന്നേക്കണേന്നല്ല, പെട്ടതാണ്. അതുകൊണ്ട് ഇവനെ നീ പിടിച്ചോളും. ഇവനെ പിടിച്ച് ബാക്കിയുള്ള 10 എണ്ണത്തിനെയും കൂടെ സ്വന്തമാക്കി വീണ്ടും തിരിച്ച് എന്നിലേക്ക് വരണം. ആ ഒരു നിർദ്ദേശം കുരിശിൽ വെച്ച് ഈശോ പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് വ്യക്തിപരമായിട്ട് വിശ്വസിക്കുക. ആ ഒരു വിശ്വാസത്തിൻ്റെ പൂർത്തീകരണമാണ് ഉത്ഥാനാനന്തരം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഉത്ഥാനാനന്തരം ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത് ശിഷ്യന്മാർക്കാണ്. പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നില്ല. കാരണം പ്രത്യക്ഷപ്പെടുക എന്ന് വെച്ചാൽ പെട്ടെന്ന് വരിക എന്നുള്ളതാണ്. 40 ദിവസം ഈ ലോകത്ത് ഈശോ ജീവിച്ചു. എവിടെയാണ് ജീവിച്ചേ? വചനത്തിലൊന്നും പറയുന്നില്ല. പക്ഷെ ഞാനത് ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഈശോ പരിശുദ്ധ അമ്മയുടെ കൂടെ ജീവിക്കായിരുന്നു. ഈശോ പരിശുദ്ധ അമ്മയുടെ കൂടെ ജീവിക്കായിരുന്നു. കാരണം പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടേണ്ട കാര്യമില്ല. പ്രത്യക്ഷപ്പെട്ടത് ആർക്കാ? വിശ്വാസം ഇല്ലാത്തവർക്ക്. പരിശുദ്ധ അമ്മ വിശ്വാസത്തിൻ്റെ ആഴത്തിൽ നിൽക്കുമ്പോൾ പ്രത്യക്ഷപ്പെടലിൻ്റെ ഒരു കാര്യമില്ല. ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു, പരിശുദ്ധ അമ്മയുടെ കൂടെ വസിച്ചു. അങ്ങനെ ഈ 40 ദിവസം ഇങ്ങനെ ഇവർ ഒരുമിച്ച് വസിച്ചപ്പോൾ ഞാൻ വിചാരിക്കുന്നത്
ആദ്യത്തെ കോൺക്ലേവാണ് അവിടെ നടന്നത്. ആ കോൺക്ലേവിൽ ആദ്യം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല, 2 പേരുണ്ടായിരുന്നുള്ളൂ. ഒന്ന് പരിശുദ്ധ കന്യകാമറിയവും, 2 ഈശോ മിശിഹായും. അങ്ങനെ കോൺക്ലേവിൻ്റെ അന്തിമ തീരുമാനം നമുക്കറിയാമല്ലോ എന്താണ്? പാപ്പായെ തിരഞ്ഞെടുക്കണം. ലിയോ 14 പാപ്പായെ തിരഞ്ഞെടുത്തപ്പോൾ കോൺക്ലേവും അതിൻ്റെ ചട്ടവട്ടങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ കൃത്യമായിട്ടുണ്ട്. പക്ഷെ കർദിനാൾമാരൊന്നും ഇല്ലാത്ത ആദ്യത്തെ കോൺക്ലേവ് ആയിരുന്നു. ആദ്യത്തെ കോൺക്ലേവിൽ പരിശുദ്ധ അമ്മയും നമ്മളുടെ ഈശോ മിശിഹായും മാത്രമേ ഉള്ളൂ. അങ്ങനെ പരിശുദ്ധ അമ്മയോട് ഈശോ പറയാണ്, കാരണം നമുക്ക് ചിന്തിക്കാൻ ഒരു കുഴപ്പമില്ല. പരിശുദ്ധ അമ്മ ഈ 40 ദിവസത്തിൽ സംഭവിച്ച കാര്യങ്ങളൊന്നും തിരുവചനത്തിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല, 1-2 പ്രത്യക്ഷപ്പെടലുകൾ മാത്രം. അപ്പോൾ അതിൽ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, ഞാൻ ഏതായാലും പത്രോസിനെ ആദ്യത്തെ പാപ്പയായിട്ട് തീരുമാനിച്ചിരിക്കുക. അപ്പോൾ മറിയം പറഞ്ഞു, എടാ കുഴപ്പമൊന്നുമില്ല, പക്ഷേ പറ്റുമോ അവനെ കൊണ്ട്? അവന് 1 പ്രാവശ്യമല്ല 3 പ്രാവശ്യമാണ് തള്ളി പറഞ്ഞു. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഇല്ല, നമുക്ക് ഏതായാലും ഒന്ന് പരീക്ഷിച്ചു നോക്കാം. അങ്ങനെ ഈ 40 ദിവസം ഈ പരിശുദ്ധ കന്യകാമറിയവും പുത്രനായ ഈശോ മിശിഹായും താൻ തിരഞ്ഞെടുത്ത ഈ 12 പേരെ അല്ലെങ്കിൽ 11 പേരെ കൃത്യമായി ഒരു ആത്മപരിശോധനയിലൂടെ കടത്തിവിടുകയായിരുന്നു. അതിന് ആദ്യം തിരഞ്ഞെടുത്തത് ഈ 12 ശിഷ്യന്മാർ മാത്രമല്ല, ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്നു. വേറെ ശിഷ്യന്മാരുണ്ടായിരുന്നു എന്നതിൻ്റെ ഒരു പ്രകടമായിട്ടുള്ള തെളിവാണ് നമ്മളുടെ മഗ്ദലേന മറിയത്തിലൂടെ ഈശോ നമുക്ക് വെളിപ്പെടുത്തിയത്. അതുകൊണ്ട് ആദ്യം മഗ്ദലേന മറിയത്തെ ഒരു പരിശോധന വിഷയമാക്കി മാറ്റി. പരിശോധന വിഷയമാക്കി മാറ്റിയത് വേറെ ഒന്നുമല്ല, ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ, 3 വർഷം കൊണ്ട് ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ ഒരു ദുർബല നിമിഷത്തിൽ ഞാനിങ്ങനെ പിടിക്കപ്പെട്ടപ്പോൾ അവർ പലതും മറന്ന് അവർ തെന്നി മാറിപ്പോയി. അത് സ്വാഭാവികം. പക്ഷേ അത് പെട്ടെന്ന് സംഭവിച്ചതാണോ അല്ലെങ്കിൽ അവർ കാലേ കൂട്ടി തീരുമാനിച്ചെടുത്തതാണോ എടുത്തതാണോ അല്ലയോ എന്ന് അറിയേണ്ടത് അവരുടെ കടമയാണ്. അതുകൊണ്ട് ഈശോ മിശിഹ ഇവരെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ആദ്യം ഈശോ മിശിഹ എടുത്ത ഭാവം എന്ന് പറയുന്നത് ഒരു തോട്ടക്കാരൻ്റെ ഭാവം. തോട്ടക്കാരൻ്റെ ഭാവവുമായിട്ട് മഗ്ദലേന മറിയത്തിൻ്റെ അടുത്ത് വന്നു. മഗ്ദലേന മറിയത്തോട് സംസാരിച്ചു. അപ്പോൾ മഗ്ദലേന മറിയം തോട്ടക്കാരനോട് കാണിക്കുന്ന ഒരു പരിഗണനയുണ്ട്. തോട്ടക്കാരനാണ് കേട്ടോ, തോട്ടത്തിൻ്റെ ഉടമസ്ഥനല്ല. ഒരു തോട്ടക്കാരനോട് ഈ മഗ്ദലേന മറിയം വചനം വായിച്ച കൃത്യമായിട്ട് പറയും, തോട്ടക്കാരനെ അഭിസംബോധന ചെയ്ത് വാക്കറിയാമോ? പ്രഭോ. അടുത്തത്, എൻ്റെ നാഥനെ അവരെടുത്തുകൊണ്ട് പോയി. എവിടെയാണ് വെച്ചേക്കണതെന്ന് നിനക്കറിയാമെങ്കിൽ നീ എന്നോടൊന്ന് പറ, ഞാൻ വന്നെടുത്തോളാം. അത് ഞാനോ നിങ്ങളോ ആണെങ്കിൽ എന്താണ്, ഇച്ചിരി വ്യത്യാസം ഉണ്ടാവും. തോട്ടക്കാരനെ പ്രഭു എന്നൊന്നും വിളിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. എടാന്ന് വിളിക്കാം, ചിലപ്പോൾ എടോ എന്ന് വിളിക്കാം. എന്നിട്ട് പറയാൻ പോകുന്നത്, എൻ്റെ നാഥനെ കാണാനില്ല, തനിക്കറിയാമോ എവിടെ വെച്ചേക്കണേ, അന്ന് ഞാൻ പോയി എടുത്തുകൊണ്ട് വന്നേ എന്നായിരിക്കും പറയാം. പക്ഷേ ഇവിടെ ഒരു തോട്ടക്കാരനോട് കാണിക്കുന്ന ആ ഒരു പരിഗണന ഈശോ കണ്ടപ്പോൾ ഈശോയ്ക്ക് സന്തോഷമായി. ഈശോ മഗ്ദലേന മറിയത്തോട് പറയാതെ പറഞ്ഞത്, നീ എൻ്റെ പരീക്ഷണത്തിൽ വിജയിച്ചു, അതുകൊണ്ട് ഞാനിതാ എന്നെ തന്നെ വെളിപ്പെടുത്താം. അടുത്തത്, എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ. പകല് തീരാറായി, രാത്രി ആരംഭിക്കുന്നു. ഈശോ പോകുന്നതായിട്ട് ഭാവിച്ചു, പോയില്ല കേട്ടോ, ഭാവിച്ചതാണ്. അതുകൊണ്ട് ഭാവിച്ചപ്പോൾ കൂടെയുണ്ടായിരുന്ന ശിഷ്യന്മാർ ഈ അപരിചിതനോട്, വഴിയാത്രക്കാരനാണ് രണ്ടാമത്തെ ഭാവം ഈശോയുടെ. ഈ വഴിയാത്രക്കാരനോട് ഈ 2 ശിഷ്യന്മാർ പറഞ്ഞു, രാത്രിയാകാറായി, ഇനി നീ ഒറ്റയ്ക്ക് പോകണ്ട, നീ ഞങ്ങളുടെ കൂടെ വസിക്കുക. പ്രിയമുള്ളവരെ, രാത്രി തങ്ങാൻ താല്പര്യമില്ലാത്തവനെ തങ്ങാൻ നിർബന്ധിക്കുമ്പോൾ ആരാണോ നിർബന്ധിക്കുന്നത് അവർക്ക് നഷ്ടങ്ങളുണ്ടാകും. കിടക്കാനുള്ള സാധന സാമഗ്രികൾ അവൻ്റെ അടുത്തില്ല, അത് ഇവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. കിടക്കാനില്ലെങ്കിൽ പിന്നെ കഴിക്കാൻ ഒട്ടും ഉണ്ടാവില്ല, അതും കൊടുക്കേണ്ടി വരും. നഷ്ടം സഹിക്കാൻ തീരുമാനിച്ചുകൊണ്ട് ഒരു വഴിയാത്രക്കാരനോട് അവർ കാണിച്ച പരിഗണന ഈശോയ്ക്ക് സന്തോഷമായി. ആ പരീക്ഷണത്തിൽ അവർ വിജയിച്ചു. അങ്ങനെ ഈശോ തന്നെ വെളിപ്പെടുത്തുക. അതിനുശേഷമാണ് നമ്മളുടെ പത്രോസിനെ എടുക്കുന്നത്. കാരണം പത്രോസിനെ പരീക്ഷിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു, ഇവനെ ആദ്യത്തെ പാപ്പയായിട്ട് എടുക്കാനുള്ളതാണ്. അമ്മ ഇങ്ങനെ ഒരു നിർദ്ദേശം തന്നേക്കാണ്, 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞവനാണ്, സൂക്ഷിച്ചെടുക്കണം. അതുകൊണ്ട് അവസാനത്തെ പരീക്ഷണമാണ് ഇവൻ്റെ അടുത്തേക്ക് വന്നിട്ട് രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടാതെ കഷ്ടപ്പെട്ട് നിരാശനായിട്ടിരിക്കുന്ന പത്രോസിൻ്റെ അടുത്ത് ഒരു അപരിചിതനെ പോലെ വന്നിട്ട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ, മീൻ വല്ലതും കിട്ടിയോ? പത്രോസ് പറഞ്ഞു, ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഈ അപരിചിതൻ പറഞ്ഞു, വലതു ഭാഗത്ത് വലയിറക്കാൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, ആ സമയത്ത് ഞാനാണ് പത്രോസിൻ്റെ സ്ഥലത്തെങ്കിൽ ഞാൻ കൊടുക്കാൻ പോകുന്നൊരു മറുപടി എങ്ങനെയാണ്? എൻ്റെ പൊന്നു ചേട്ടാ, ഇവിടെ ഇപ്പയും കൂടെ 4 പ്രാവശ്യം ഇട്ടതാണ്, അവിടെ ഒന്നുമില്ല.
കടലിൻ്റെ മുക്കും മൂലയും കൃത്യമായിട്ടറിയാവുന്ന മുക്കുവനായ പത്രോസ് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ ഇങ്ങനെ നിരാശനായിട്ട് നിൽക്കുമ്പോൾ ഒരു അപരിചിതൻ അവനോട് പറഞ്ഞത് അതേപടി സ്വീകരിക്കാനായിട്ട് തയ്യാറായി. നിരാശ അവനെ നശിപ്പിച്ചിട്ടുണ്ടായില്ല. ആ നിരാശയിൽ നിന്നും അവൻ പുറത്തേക്ക് വന്ന് ഒരു അപരിചിതനോട് കാണിച്ച പരിഗണന ഈശോയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. ഈശോ അപ്പം തന്നെ അവനെ വീണ്ടും നെഞ്ചോടിങ്ങനെ ചേർത്ത് വയ്ക്കുക. അത് വലയിറക്കി 153 മത്സ്യങ്ങൾ വല വലിച്ചു കയറ്റാൻ നേരത്ത് പറഞ്ഞു അത് കർത്താവാണ്. പത്രോസ് ഉടനെ മേലങ്കി എടുത്ത് വെള്ളത്തിൽ ചാടി. പിന്നെ എന്താ സംഭവിക്കുന്നത് അവിടെ ഒന്നും പറയുന്നില്ല. പക്ഷേ നീന്തി പത്രോസ് ഈശോയുടെ അടുക്കൽ നിന്ന് കാലുമ കെട്ടിപ്പിടിച്ചു. എൻ്റെ പൊന്നു കർത്താവെ, പറ്റിപ്പോയതാ. 1 പ്രാവശ്യമല്ല 3 പ്രാവശ്യം. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ചെയ്തു പോയതാണ്. ഒന്നും വിചാരിക്കരുത്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പം പറഞ്ഞോ, ഇപ്പം മറ്റുള്ളവർ വരും, അവരുടെ മുമ്പിൽ വെച്ച് ഒന്നും പറയരുത്. പ്രിയമുള്ളവർ, അങ്ങനെ കാലിൽ പിടിച്ച് കേണിട്ടുണ്ടാവും എന്നാണ് ഞാൻ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്നത്. പക്ഷേ അതൊന്നും കർത്താവ് ഗവനിക്കുന്നില്ല. എന്താണ് കർത്താവ് ഗവനിച്ചത്? ഒറ്റ കാര്യം മാത്രം. ഒരു അപരിചിതന് അവൻ കൊടുക്കുന്ന പരിഗണന, ഞാൻ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഇവർ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുവെന്ന് തിരിച്ചറിയുക. അതിനുശേഷം ഈ ഉദാനാനന്തരം ഈശോ ചെയ്യുന്ന വേറൊരു കാര്യം കൂടെയുണ്ട്. ഈശോ പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പത്രോസ് പറഞ്ഞിട്ട് സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ പത്രോസിനോട് ഈശോ പറഞ്ഞു, എൻ്റെ ആടുകളെ മേയ്ക്കാൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ചോദിച്ചു, പത്രോസേ സ്നേഹിക്കണ്ട? സ്നേഹിക്കുന്നുണ്ടെന്നേ. 3ാമതും ചോദിച്ചു. പത്രോസിന് സങ്കടമായി. ഞാൻ പറയുന്നത് അത് ഒരു അക്ഷരപ്പെശകായിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. പത്രോസിന് സങ്കടമല്ല, പത്രോസിന് സന്തോഷമായി. കാരണം എന്താണ്? 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞതിൻ്റെ വിങ്ങല് ഈശോ ഇവൻ്റെ ഉള്ളിലുണ്ട് എന്ന് തിരിച്ചറിയാം. ആ വിങ്ങല് അതേപടി അവിടെ നിന്ന് പറിച്ചു മാറ്റിയില്ലെങ്കിൽ അവൻ്റെ ഉള്ളിലൊരു സങ്കടമായിട്ട് കിടക്കും. സങ്കടമായിട്ട് കിടക്കുക മാത്രമല്ല, ആദ്യത്തെ പാപ്പയായി കത്തോലിക്ക സഭയുടെ പാപ്പയായി തിരഞ്ഞെടുക്കുമ്പോൾ ചില നിർദ്ദേശങ്ങൾ തൻ്റെ കൂടെയുള്ളവർക്ക് കൊടുക്കുമ്പോൾ അവർ ചിലപ്പോൾ എപ്പോഴെങ്കിലും പറഞ്ഞേക്കാം, നീ വലിയ വർത്താനമൊന്നും പറയണ്ട, നീ ഞങ്ങളുടെ കർത്താവിനെ 3 പ്രാവശ്യം തള്ളി പറഞ്ഞവനല്ലേ, നിനക്കതിനുള്ള അവകാശമില്ല പറയാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് അത് തിരിച്ചറിഞ്ഞ് 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ അതേ നാവ് കൊണ്ട് തന്നെ 3 പ്രാവശ്യം ഏറ്റു പറയാനുള്ളൊരു അവസരം ആര് കൊടുത്തു? ഈശോ കൊടുത്തു. അങ്ങനെയാണ് ഈശോനാഥൻ കത്തോലിക്ക സഭയുടെ ആദ്യത്തെ പാപ്പയായി പത്രോസിനെ തിരഞ്ഞെടുക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ കോൺക്ലേവ് അവസാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ഈശോ മിശിഹ അങ്ങനെ ആദ്യത്തെ പാപ്പയായി പത്രോസിനെ തിരഞ്ഞെടുത്തു. ബാക്കിയുള്ളവരെയൊക്കെ കർദിനാൾമാരൊക്കെ ആയിട്ട് നിയമിച്ചിട്ടുണ്ടാകും. അങ്ങനെ ആദ്യത്തെ ഒരു തെരഞ്ഞെടുപ്പ് അവിടെ നടക്കാം. ആ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരുക്ക ധ്യാനം നടത്തേണ്ടത് ശരിക്കും പരിശുദ്ധ അമ്മയാണ്. ആ പരിശുദ്ധ അമ്മ ഇവിടെ ഉണ്ട് കേട്ടോ. ആ അമ്മയില്ലാതെ നമുക്കിത് ഒരുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് സഭയുടെ ആദ്യത്തെ തലപ്പത്തേക്ക്, കാണപ്പെടുന്ന തലപ്പത്തേക്ക് പത്രോസിനെ സ്വന്തമാക്കി ആദ്യത്തെ കോൺക്ലേവ് അവസാനിപ്പിക്കുമ്പോൾ ആ മട്ടുപ്പാവിൽ വന്ന് ഹബേമൂസ് പാപ്പ എന്ന് വിളിച്ചു പറഞ്ഞോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അതിനുമപ്പുറം ചില കാര്യങ്ങൾ ആദ്യത്തെ പാപ്പ വിളിച്ചു പറഞ്ഞപ്പോൾ തൻ്റെ മുമ്പിലുണ്ടായിരുന്ന 3000 പേര് സഭയിലേക്ക് വരികയാണ്. അതിൻ്റെ ഒരു ആവർത്തനമാണ് ഈ ദിവസങ്ങളിലൊക്കെ വത്തിക്കാനിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു നിസ്സാര കാര്യമല്ല. സഭ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെതാണ് എന്നത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. പരിശുദ്ധ അമ്മ ഈ സഭയുടെ അമ്മയായി നിൽക്കുന്നു. കാരണം ഈ അമ്മയിൽ ഫുൾ ഓഫ് ഗ്രേസ്, വേറെ ഒന്നിനും സ്ഥാനമില്ലെന്നേ. പരിശുദ്ധാത്മാവാണ് സഭയെ നയിക്കുന്നത് എന്നതിൻ്റെ പ്രകടമായിട്ടുള്ള അടയാളം കൂടെയല്ലേ ഈ ദിവസങ്ങളിൽ ലിയോ 14 പാപ്പായെ കത്തോലിക്ക സഭയുടെ തലപ്പത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. മാധ്യമങ്ങൾ വിളിച്ചു പറഞ്ഞ 10ഉം 20ഉം ആളുകളിൽ നിന്ന് ഒരാൾ പോലും തിരഞ്ഞെടുക്കപ്പെട്ടില്ലല്ലോ. ഈ റോബർട്ട് എന്ന് പറയുന്ന ഈ മനുഷ്യൻ, ഫ്രാൻസിസ് റോബർട്ട് എന്ന് പറയുന്ന ഈ കർദിനാൾ ഒരു മാധ്യമത്തിൻ്റെ കണ്ണിലും പെട്ടിട്ടില്ല. കാരണം എന്താ? ഇത് മാധ്യമങ്ങൾ തിരഞ്ഞെടുക്കുന്നതല്ലെന്നേ. ഈ സഭ പരിശുദ്ധാത്മാവിൻ്റെയാണ്. ഈ തലവൻ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിലൂടെ വരുന്നതാണ്. അത് ലോകത്തെ ഒരിക്കൽ കൂടെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ലിയോ 14 പാപ്പ നമ്മുടെ തലപ്പത്ത് നിൽക്കുമ്പോൾ വിശ്വസിക്കണം, ഈ സഭ അത് പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നൊരു സഭയാണ്. ആ സഭയിലെ ഒരു മകനാണ് ഞാൻ, മകളാണ് ഞാൻ. അതിൽ നമുക്ക് അഭിമാനിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.
കരുണ തന്നൾ താരയിൽ മോഹങ്ങൾ തിരി തെളിച്ചു. കരുണ തന്നൾ താരയിൽ എൻ്റെ മോഹങ്ങൾ തിരി തെളിച്ചു. കാറ്റിൽ കേടാതെ നീ കാത്തുകൊള്ളേണമേ, കാറ്റിനെ ശാസിച്ച തമ്പുരാനേ. കാറ്റിൽ കിടാതെ നീ കാത്തുകൊള്ളേണമേ, കാറ്റിനെ ശാസിച്ച തമ്പുരാനേ. കരുണ തൻ അൾത്താരയിൽ എൻ്റെ മോഹങ്ങൾ തിരി തെളിച്ചു. കരുണ തൻ അൾത്താരയിൽ എൻ്റെ മോഹങ്ങൾ തിരി തെളിച്ചു. കാറ്റിൽ കേടാതെ നീ കാത്തുകൊള്ളേണമേ, കാറ്റിനെ ശാസിച്ച തമ്പുരാനേ. കാറ്റിൽ കിടാതെ നീ കാത്തുകൊള്ളേണമേ, കാറ്റിനെ ശാസിച്ച തമ്പുരാനേ. കരുണ തൻ അൾത്താരയിൽ എൻ്റെ മോഹങ്ങൾ തിരി തെളിച്ചു. കരുണ തൻ അൾത്താരയിൽ എൻ്റെ മോഹങ്ങൾ തിരി തെളിച്ചു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ എന്നും നിറഞ്ഞു തുളുമ്പി മുന്നിലേക്ക് യാത്ര ചെയ്യുന്ന കത്തോലിക്ക സഭയെ ഈശോയെ അങ്ങയുടെ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ഞങ്ങളിതാ ഒരിക്കൽ കൂടെ സമർപ്പിക്കുകയാണ്. സഭയുടെ കാണപ്പെട്ട തലവനും ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമായ ലയോ 14 പാപ്പായിക്കു വേണ്ടി പ്രത്യേകമായി ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മയും ഈശോയും ചേർന്ന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ രൂപം കൊടുത്ത സഭ ഒരിക്കലും നാശത്തിലേക്ക് പോകാതെ ഇന്നും നിലനിൽക്കുന്നത് അത് ആ ആത്മാവ് എന്നും സഭയെ ഇങ്ങനെ വഴി നടത്തുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ്. കർത്താവേ, ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ സഭയെ ഈശോയുടെ ദൈവ കരുണയിലേക്ക് ഞങ്ങളിതാ ചേർത്ത് വയ്ക്കുക. ഓരോ ബലിയർപ്പണത്തിലും ബലിപീഠത്തിൽ ഒരുങ്ങുന്ന ആ ദിവ്യകാരുണ്യാപ്പം അത് നമ്മുടെ അടുക്കലേക്ക് വന്ന് നമ്മുടെ നാവിൽ ഈശോയുടെ തിരുശരീരം എന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പിക്കുമ്പോൾ ആ നാവിൽ അലിഞ്ഞ് അതെൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് മാറുമ്പോൾ ഞാൻ ഈശോയായി മാറുകയാണ്. ദൈവസ്നേഹം എൻ്റെ ഹൃദയത്തിൽ നിറച്ച് അവൻ എന്നെ അവൻ്റെ പ്രിയപ്പെട്ട മകനായി മകളാക്കി മാറ്റുകയാണ്. ആഗോള കത്തോലിക്ക സഭ കരുണയുടെ വർഷമായി പ്രഖ്യാപിച്ചപ്പോൾ ലോകം മുഴുവനിലേക്കും കരുണയുടെ മിഷനറിമാരായി പുറപ്പെടാൻ പരിശുദ്ധ പിതാവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗണത്തിൽ പങ്കുചേരുവാൻ ദൈവം എനിക്കും അവസരം നൽകിയിരുന്നു. ആ വർഷം
എനിക്ക് പ്രത്യേകമായി ഏൽപ്പിക്കപ്പെട്ട രൂപത മലേഷ്യയിലെ പെനാങ് രൂപതയായിരുന്നു. ആ രൂപതയിൽ കരുണയുടെ മിഷണറിയായി ചെന്നപ്പോൾ രൂപതാ മെത്രാൻ, ഇപ്പോഴത്തെ കാർദിനാൾ ഫ്രാൻസിസ്, എൻ്റെ അടുത്ത് സ്നേഹത്തോടെ പറഞ്ഞു, ഒരുപാട് രോഗികൾ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് അവരുടെ ഭവനങ്ങളിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നുണ്ട്. കരുണയുടെ വർഷത്തിൽ കരുണയുടെ മിഷണറി കരുണയുമായി കുടുംബത്തിൽ വരും എന്നാഗ്രഹിച്ച് കാത്തിരിക്കുന്നവരിലേക്ക് ദിവ്യകാരുണ്യവുമായി ഞാൻ കടന്നു ചെല്ലുകയാണ്. ഒരു വീട്ടിൽ ചെന്നപ്പോൾ എഴുന്നേൽക്കാനാവതില്ലാതെ വെള്ളം മാത്രം ഇറക്കാൻ പറ്റാവുന്ന രീതിയിൽ ശാരീരികമായി ഒരുപാട് വേദന അനുഭവിക്കുന്ന ഒരു അമ്മ. അധികം പ്രായമൊന്നുമില്ല, 57-58 വയസ്സ് പ്രായമേ ഉള്ളൂ. അസുഖം എന്താണെന്ന് വ്യക്തമല്ല. പല പരിശോധനകളും നടത്തുന്നുണ്ട്. പക്ഷെ ഓരോ ദിവസം ചെല്ലുന്തോറും ശരീരം ഇങ്ങനെ ശോഷിച്ച് എഴുന്നേൽക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും. ആ അമ്മയുടെ അടുക്കൽ ദിവ്യകാരുണ്യമായി ചെന്ന് പ്രാർത്ഥിച്ച്, ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ പറ്റാത്ത ഒരു ശാരീരിക അവസ്ഥയായതുകൊണ്ട് സ്പൂണിൽ ഒരല്പം വെള്ളമെടുത്ത് ഈശോയുടെ തിരുശരീരത്തിൻ്റെ ഒരല്പം ആ വെള്ളത്തിൽ ചാലിച്ച് ഈ അമ്മയ്ക്ക് കരുണയുടെ വലിയ ഒരു കൃപ സമർപ്പിക്കുകയായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് ആ വീട്ടിൽ നിന്നും മറ്റു വീടുകളിലേക്ക് യാത്രയായി. ഏതാണ്ട് ഒരു 7 മണി രാത്രിയായപ്പോൾ പള്ളിമേടയിലേക്ക് തിരിച്ചെത്തി. പിറ്റേ ദിവസം രാവിലെ ബലിയർപ്പിക്കാൻ ബലിപീഠത്തിൽ അവിടുത്തെ വികാരിയച്ഛനൊപ്പം പങ്കുചേർന്നപ്പോൾ ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു യാഥാർത്ഥ്യം എൻ്റെ കൺമുമ്പിൽ കണ്ടു. എഴുന്നേക്കാൻ പോലും ശക്തിയില്ലാതെ കിടക്കയിൽ ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാൻ പറ്റാതെ ആയിരുന്ന ആ അമ്മ മകളുടെ സഹായത്തോടെ ദൈവാലയത്തിൽ ബലിക്കായി അണഞ്ഞിരിക്കുകയാണ്. ദിവ്യകാരുണ്യമായി ഈശോ നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരുമ്പോൾ അതെൻ്റെ നാവിൽ അലിഞ്ഞ് എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി മാറുമ്പോൾ പിന്നീട് ഞാനല്ല, ക്രിസ്തുവായി ജീവിക്കുന്നത്. നഷ്ടപ്പെട്ടു പോയ ആരോഗ്യവും നഷ്ടപ്പെട്ടു പോയ ചൈതന്യവും ഒക്കെ തിരിച്ചു നൽകാൻ കെൽപ്പുള്ളതാണ് എൻ്റെ ഈശോയുടെ സാന്നിധ്യം എന്ന് തിരിച്ചറിഞ്ഞ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന എല്ലാ കുറവുകളും ഈശോയുടെ ദിവ്യകാരുണ്യ അപ്പത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, ഈശോയെ നിന്നെ സ്വീകരിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ആലപിച്ച് ആരാധിക്കാം. ദിവ്യകാരുണ്യമായി വരും എന്നാവിലലിഞ്ഞെന്നിൽ ഒന്നായിടും. ദിവ്യകാരുണ്യമായി ഈശോ വരും എന്നാവിലലിഞ്ഞെന്നിൽ ഒന്നായിടും. ദൈവസ്നേഹം നിറച്ചൻ ഹൃദയം അവൻ സ്വർഗീയ പൂങ്കാവനമായി മാറ്റും. ദിവ്യകാരുണ്യമായി ഈശോ വരും എന്നാവിലലിഞ്ഞെന്നിൽ ഒന്നായിടും. ദിവ്യകാരുണ്യമായി ഈശോ വരും എന്നാവിലലിഞ്ഞെന്നിൽ ഒന്നായിടും. ദിവ്യകാരുണ്യമായി ഈശോ എൻ്റെ നാവിലേക്ക് കടന്നു വരുമ്പോൾ
എൻ്റെ നാവിൽ അലിഞ്ഞ് അത് ഞാനായി മാറുമ്പോൾ ഞാൻ ക്രിസ്തുവായി രൂപാന്തരപ്പെടുക. പ്രിയമുള്ളവരെ, വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവിടുന്ന് സൂര്യനെ ഉദിപ്പിക്കുന്നത്, അവിടുന്ന് മഴ പെയ്യിക്കുന്നത്, അത് കുറച്ചു പേർക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടി കൂടെ. അതുകൊണ്ട് ഈശോയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് യോഗ്യത. അവൻ അതൊരു പ്രശ്നമല്ല. പ്രിയമുള്ളവരെ, നമുക്ക് എന്തെങ്കിലും യോഗ്യതയുണ്ട്. ഈ അൾത്താരയുടെ മുന്നിൽ കർത്താവിൻ്റെ പുരോഹിതനായി ഇത്രയും കാലം സേവനം ചെയ്ത് ഈ പെന്തക്കോസ്ത ധ്യാന അനുഭവത്തിലൂടെ കടന്നു പോകുവാനുള്ള എന്തെങ്കിലും യോഗ്യത ഈ വൈദികനിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഒറ്റ യോഗ്യത മാത്രമേ ഉള്ളൂ. എൻ്റെ അയോഗ്യതകളെ കണക്കിലെടുക്കാതെ എൻ്റെ കൂടെ എന്ത് സംഭവിച്ചാലും ഞാൻ നിന്നെ കൈവെടിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ ഈശോ. അതാണ് എൻ്റെ ആത്മീയ അഹങ്കാരം. എൻ്റെ മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും യോഗ്യത അവനൊരു പ്രശ്നമല്ല. കുറവുകളെ പറ്റി അവൻ ഗവനിക്കാറേയില്ല. ചങ്ക് പിടഞ്ഞ് അനുതാപത്തോടെ ഒന്ന് വിളിച്ചാലുണ്ടല്ലോ, അവനിങ്ങനെ ഓടിയെത്തുന്ന പറയും. പ്രിയമുള്ളവരെ, ദാവീദിന്റെ പുത്രനായ ഈശോ എന്നിൽ കനിയണമേ എന്ന് കണ്ണുപൊട്ടം വിളിച്ചില്ലേ? ആ സമയത്ത് അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന, ചുറ്റുപാടും ഉണ്ടായിരുന്നവരൊക്കെ അവനോട് മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞു. പക്ഷെ അവൻ അത് കേൾക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ആരോടാണ് വിളിച്ചപേക്ഷിക്കുന്നത്? അവൻ എൻ്റെ അടുക്കലേക്ക് വന്ന എൻ്റെ ജീവിതത്തിൽ അടിമുടി മാറ്റം സംഭവിക്കുമെന്ന് അവൻ ഉറപ്പായിരുന്നു. യോഗ്യത അതൊരു വിഷയമേ അല്ല. അവൻ്റെ ഒരേ ഒരു നോട്ടം ചങ്കില, ചങ്ക് പിടഞ്ഞൊന്ന് വിളിക്കാൻ പറ്റിയ, പ്രിയമുള്ളവരെ, ചങ്ക് പിളർന്നവൻ കൂടെ നിൽക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. വിശ്വാസത്തോടെ, ആഴമായ ബോധ്യത്തോടെ അയോഗ്യതകളൊക്കെ സമർപ്പിച്ച് നമുക്ക് ഈശോയെ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് യാചിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യോഗ്യത തെല്ലും നോക്കുകില്ല, അവനവന് കുറവൊന്നും കാര്യമല്ല. യോഗ്യതയിലും നോക്കുകയില്ല, അവനിൻ കുറവൊന്നും കാര്യമല്ല. അനുതാപമോടൊന്നു വിളിച്ചണഞ്ഞ അവൻ പുൽകിപ്പുണർന്നിടും ഓമനയാ. അനുതാപമോടൊന്നു വിളിച്ചണഞ്ഞാൽ അവൻ പുൽകിപ്പുണർന്നിടും ഓമനയായി. ദിവ്യകാരുണ്യമായി ഈശോ വരും, എന്നാവിലലിഞ്ഞെന്നിൽ ഒന്നായിടും. ദിവ്യകാരുണ്യമായി ഈശോ വരും, എന്നാവിലലിഞ്ഞെന്നിൽ ഒന്നായിടും. സ്നേഹമുള്ളവരെ, ഒരു പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഈ പാട്ട് നിങ്ങൾ വേറെ സ്ഥലത്തൊന്നും കേൾക്കാൻ സാധ്യതയില്ല. കാരണം ഇതൊരിടത്തും പബ്ലിഷ് ചെയ്യാത്തൊരു ഗാനം. ഈ പാട്ട് എഴുതിയത് സ്നേഹമുള്ളൊരു വൈദികനാണ്. തൻ്റെ പള്ളിമേടയിൽ AC-യുടെ തണുപ്പിൽ സുന്ദരമായ കസേരയിലിരുന്ന് എഴുതിയതല്ല എന്നത് മറ്റൊരു സത്യം. ഈ പാട്ട് പേന കൊണ്ട് ഒരു പേപ്പറിലും എഴുതിയതല്ല, മറിച്ച് ജയിലറകൾക്കുള്ളിൽ
കണ്ണുനീർ പൊഴിച്ച് ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ മണിക്കൂറുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദിവ്യകാരുണ്യനാഥൻ ആ വൈദികന്റെ ചങ്കിലേക്ക് സമ്മാനമായി കൊടുത്ത ഒരു ഗാനമാണ്. പാപക്കറ മുഴുവൻ കഴുകി എന്നെ വെണ്മയുള്ളവനാക്കും. ഒരു കുഞ്ഞിനെ അമ്മ എങ്ങനെ കുളിപ്പിച്ചെടുത്ത് തോർത്തി തൻ്റെ മാറോട് ചേർക്കുന്നുവോ അതേപോലെ നമ്മളെ ഓരോരുത്തരെയും അവൻ കഴുകി തുടച്ച് തൻ്റെ പിളർക്കപ്പെട്ട ചങ്കോട് ചേർത്ത് വയ്ക്കുമെന്ന് ഈ അച്ഛൻ ആരാധനയിലൂടെ പ്രഘോഷിക്കുകയായിരുന്നു. ഇത് അച്ഛൻ്റെ ജീവിതത്തിൻ്റെ ഒരു സമർപ്പണമാണ്. അച്ഛൻ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ജയിലിലാണെങ്കിലും എനിക്ക് സങ്കടമില്ല, കാരണം എൻ്റെ കൂടെ എൻ്റെ ക്രിസ്തുനാഥൻ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്താൽ എന്നെ ഇങ്ങനെ കൈ പിടിച്ച് നടത്തുകയാണ്. പ്രിയമുള്ളവരിത് വെറുതെ പറയുന്നതല്ല കേട്ടോ. ഈ വൈദികൻ എൻ്റെ മുമ്പിൽ വന്ന് ഈ പാട്ട് എനിക്ക് പകർന്നു നൽകിക്കൊണ്ട് പറയുമ്പോൾ ആ വൈദികൻ്റെ കണ്ണുകൾ ഈറനണിയുന്നുണ്ടായിരുന്നു. ഒരിക്കൽ പോലും ഈ പാട്ട് ആ വൈദികന് പാടി മുഴുവിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം കണ്ടമിടറി കണ്ണു നിറഞ്ഞ് ഈ പാട്ട് പാതി വഴിക്ക് ആ വൈദികൻ പാടി അവസാനിപ്പിക്കും. കാരണം എന്താണെന്നറിയോ? ആ പുരോഹിതൻ അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ കൃപ അത് പാടിയോ പറഞ്ഞോ മറ്റുള്ളവരെ അറിയിക്കാൻ പറ്റത്തില്ലെന്നുള്ളത്. പ്രിയമുള്ളവരെ, അത് ആ ഒരു വൈദികൻ്റെ മനോവേദ മാത്രമല്ല, അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ സുന്ദരമായൊരു പാടാണ്. ഒരു യോഗ്യതയില്ല, ഒരവകാശവുമില്ല, എങ്കിലും ഈശോ നമ്മളെങ്ങനെ വഴി നടത്തുന്നത് കാണുമ്പോൾ നമുക്ക് എങ്ങനെയാ ഈശോയോട് നന്ദി പറയാതിരിക്കാൻ പറ്റുക? പാപക്കറ മുഴുവൻ കഴുകി ഈശോയെ എന്നെ നീ വെണ്മയെഴുന്നുള്ള വ്യക്തിയാക്കി മാറ്റണമേ. ഒരമ്മ രാവിലെ മുതൽ വൈകുന്നേരം വരെ പുറത്തും പറമ്പിലും ചെളിയിലും ഒക്കെ ഇങ്ങനെ ഓടിക്കളിച്ച് നടക്കുന്ന ഒരു കുഞ്ഞിനെ വൈകുന്നേരമാകുമ്പോൾ ഇങ്ങനെ വിളിച്ച് അടുത്തിരുത്തി വസ്ത്രമെല്ലാം മാറ്റി വളരെ സുന്ദരമായി കുളിപ്പിച്ച് പൗഡറിട്ട് പുതുവസ്ത്രങ്ങൾ ധരിപ്പിച്ച് തൻ്റെ നെഞ്ചോട് ഇങ്ങനെ ചേർത്ത് വയ്ക്കുന്നത് പോലെ രക്ഷകനായ ക്രിസ്തുനാഥൻ പാപികളായ നമ്മെ ഓരോരുത്തരെയും തൻ്റെ പാപക്കറകളിൽ നിന്ന് കഴുകി വിശുദ്ധീകരിച്ച് തൻ്റെ പിളർക്കപ്പെട്ട ചങ്കോട് ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹത്തെ നമുക്ക് സാധിച്ചു കൊടുക്കണ്ടേ? സാധിച്ചു കൊടുക്കണം. നമ്മളെ തന്നെ ദിവ്യകാരുണ്യ അപ്പത്തോട് ഇങ്ങനെ ചേർത്ത് നിർത്തി നമുക്ക് ഒരുമിച്ച് അവിടുത്തെ വലിയ സ്നേഹത്തെ ഹൃദയത്തിൽ ആദരിച്ചുകൊണ്ട് ആരാധിച്ച് ആലപിക്കാം. പാപക്കറ മുഴുവൻ കഴുകി എന്നെ വെണ്മയെഴുന്നവനാക്കുമവൻ. പാപക്കറ മുഴുവൻ കഴുകി എന്നെ വെണ്മയെഴുന്നവനാക്കുമവൻ. കുഞ്ഞോമൽ പൈതലെ ലാളിക്കും പോ എന്നെ തഴുകി തലോടുമവൻ കൃപയാ. കുഞ്ഞോമൽ പൈതലെ ലാളിക്കുമ്പോൾ എന്നെ തഴുകി തലോടുമവൻ കൃപയാൽ. ദിവ്യകാരുണ്യമായി ഈശോ വരും, എന്നാവിലലിഞ്ഞെന്നിൽ ഒന്നായിടും. ദിവ്യകാരുണ്യമായി ഈശോ വരും, എന്നാവിലലിഞ്ഞെന്നിൽ ഒന്നായിടും.
സ്നേഹം നിറച്ചൻ ഹൃദയം അവൻ സ്വർഗീയ പൂങ്കാവനമായി മാറ്റും. ദിവ്യകാരുണ്യമായി ഈശോ വരും. എന്നാവിലലിഞ്ഞെന്നിൽ ഒന്നായിടും. ഈശോയെ, നിന്റെ ദിവ്യകാരുണ്യ സ്നേഹം പലപ്പോഴും ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ളതാണ്, ആസ്വദിച്ചിട്ടുള്ളതാണ്. പക്ഷേ ചിലപ്പോഴൊക്കെ ആ ദിവ്യകാരുണ്യത്തിൻ്റെ സ്നേഹം അതിൻ്റെ പൂർണ്ണതയിൽ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാറില്ല. പ്രിയമുള്ളവരെ, ഒന്ന് ആലോചിച്ച് നോക്കി. ആദ്യമായി ഈശോയെ സ്വീകരിച്ച ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ ആ നാളുകൾ, അതിനുശേഷം എത്രയോ കാര്യമായിട്ടാണ്, തീഷ്ണമായിട്ടാണ് നമ്മൾ ദേവാലയത്തിൽ പോയിരുന്നത്, ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ വ്യാപരിച്ചിരുന്നത്, ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി കുമ്പസാരിച്ചൊരുങ്ങിയിരുന്നത്. അത് ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ദൈവത്തിന് നന്ദി പറയണം. കാരണം എന്താ? അത് ദൈവം നൽകിയൊരു സമ്മാനം. പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ നമുക്ക് ലഭിച്ച സുന്ദരമായ ഒരു ദാനമാണ്. പക്ഷേ പലപ്പോഴും പലർക്കും ആ ദൈവീക ചൈതന്യം നഷ്ടപ്പെട്ട് നമ്മൾ യോഗ്യതയില്ലാതെ, ഒരുക്കമില്ലാതെ ബലിയർപ്പണത്തിലൂടെ കടന്നു പോയിട്ടില്ലേ? ബലിയർപ്പണത്തിൽ പാതി വഴിക്ക് കയറി വന്നിട്ടില്ലേ? മുഴുവനും തീരുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോയിട്ടില്ലേ? ഒരുക്കമില്ലാതെ അശ്രദ്ധമായ ഭാവത്തോടെ നമ്മൾ ദൈവാലയത്തിൽ വിശുദ്ധ ബലിക്കിടയിൽ സമയം ചെലവഴിച്ചിട്ടില്ലേ? ചില പ്രസംഗങ്ങളും ചില അറിയിപ്പുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരോടൊക്കെ അമർഷവും അച്ഛന്മാരോട് ദേഷ്യമൊക്കെ തോന്നിയിട്ടില്ലേ? സമർപ്പിക്കാൻ നമുക്ക് എൻ്റെ ദിവ്യകാരുണ്യ ജീവിതത്തെ ഈശോയ്ക്ക് കൊടുക്കാം. ദിവ്യകാരുണ്യ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ദിവ്യകാരുണ്യ ഈശോയെ, എനിക്ക് വേണം നിന്നോട് ചേർന്ന് നിൽക്കാൻ, നിൻ്റെ കുരിശിൻ്റെ മഹത്വം ആസ്വദിക്കാൻ, നിൻ്റെ ചങ്കിൽ നിന്ന് താഴേക്കൊഴുകുന്ന തിരുരക്തത്തിൻ്റെ വിശുദ്ധി ആഘോഷിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വേണ്ട പോകരുതേ നാഥാ നിൽക്കണമേ, തീർത്തു കൊള്ളാം ഞാൻ നല്ലൊരു പൂമണ്ഡപം. വാ യേശു നാഥാ, യേശുനാഥാ, വാ സ്നേഹനാഥാ, എൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ. വാ യേശുനാഥാ. ആദിയുഷസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേക്ഷിതരിൽ. ഏകരക്ഷകനാമേശുവിനെ സധീരം പ്രഘോഷിപ്പ